മണലാരണ്യങ്ങൾ പ്രാർത്ഥനയാൽ മുഖരിതമാകുന്ന പുണ്യനിമിഷം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നാഥ, ഞാനിതാ നിന്റെ മുന്നിൽ ഹാജരായിരിക്കുന്നു എന്ന മന്ത്രധ്വനികളാൽ ഭൂമിയും ആകാശവും ഒരുപോലെ പ്രകമ്പനം കൊള്ളുന്ന ദിനം. അതെ, ഇത് ദുൽഹിജ്ജ 9, വിശുദ്ധമായ അറഫാ ദിനം. നിറങ്ങളോ ഭാഷകളോ വേഷങ്ങളോ മനുഷ്യനെ വേർതിരിക്കാത്ത ഒരിടം. രാജാവെന്നോ പ്രജയെന്നോ വ്യത്യാസമില്ലാതെ വെളുത്ത തുണിക്കഷ്ണങ്ങൾ മാത്രം ചുറ്റി ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേയൊരു നാഥനിലേക്ക് കൈകളുയർത്തുന്ന മഹാസംഗമം. പരലോകത്തെ വിചാരണാനാളിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ അറഫാ സംഗമവും. കണ്ണീരും പ്രാർത്ഥനയും അലിഞ്ഞുചേരുന്ന ജബലുർ റഹ്മയുടെ താഴ്വര. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് വിതുമ്പുന്ന ഹൃദയങ്ങൾക്ക് കാരുണ്യവാനായ റബ്ബ് പാപമോചനത്തിൻ്റെ കുളിർമഴ പെയ്യിക്കുന്ന പകലാണിത്. ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ ദിവസം. ഈ ദിവസം അള്ളാഹു തൻ്റെ അടിമകളോട് ചോദിക്കുന്നുവത്രേ, എൻ്റെ അടിമകളെ, നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഹാജിമാർ അറഫയിൽ പ്രാർത്ഥനകളിൽ മുഴുകുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ പുണ്യത്തിൽ പങ്കാളികളാകുന്നു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുന്ന അത്രമേൽ മഹത്തരമായൊരു നോമ്പ്. നന്മയുടെയും വിനയത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പര്യായമാണ് അറഫ. ഈ അനുഗ്രഹീത ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കാം. നന്മയ്ക്കായി, സമാധാനത്തിനായി, പരസ്പര സ്നേഹത്തിനായി നമുക്ക് കൈകൾ ഉയർത്താം.